ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ബിറ്റ്സ് ടി വി. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ചെയ്യാൻ പോകുന്നത് എസ്പെഷ്യലി ബ്രൈഡൽ കെയർ ആയിട്ടുള്ള വീഡിയോ ആണ്. അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫേഷ്യലാണ്, പക്ഷെ വളരെ എഫക്റ്റീവ് ആണ്. ഇപ്പം ബ്രൈഡൽസിന് മാത്രമാണോ ചെയ്യാൻ ചോദിച്ചാൽ അല്ല, നമുക്ക് ജെന്റ്സിനും ലേഡീസിനും ഒക്കെ ഒരുപോലെ തന്നെ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്, പിന്നെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും, നല്ല നമ്മുടെ കട്ടി പോലെയുള്ള സ്കിന്നും കിട്ടും. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫേഷ്യലിന് വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യണത് റോസ് ഫ്ലവേഴ്സ് ആണ്, ഫ്രഷ് ഫ്ലവേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യണത്. ഇതിപ്പോൾ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ഡ്രൈ ഫ്ലവേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവൈലബിൾ ആണ്, അതാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ റോസ് ഫ്ലവേഴ്സിൻ്റെ കൂടെ റോസ് വാട്ടറോടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് മിൽക്കും കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് കോക്കനട്ട് മിൽക്കാണ് ആഡ് ചെയ്യണത്, ഇല്ലെന്നുണ്ടെങ്കിൽ സാധാ മിൽക്കാണെന്നുണ്ടെങ്കിൽ മതി. അതിന് ശേഷം നന്നായിട്ട് ഇത് അരച്ചെടുക്കുക. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ക്ലെൻസർ ഉണ്ടാക്കാം. ക്ലെൻസറിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ അരച്ചെടുത്തത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം മതി. അതിലേക്ക് നമ്മൾ കുറച്ച് നോർമൽ മിൽക്കില്ലേ, സാധാ പശുവിൻ പാൽ കുറച്ച് ആഡ് ചെയ്യുക. അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ക്ലെൻസർ റെഡി ആയി കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രബ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ചെറുപയർ പൊടി ഒരു സ്പൂൺ ഷുഗർ, ഇതിലേക്ക് ഒരു സ്പൂൺ ലെമൺ ജ്യൂസ്, കൂടാണ്ട് നമ്മൾ ഇതുപോലെ അരിച്ചെടുത്ത നമ്മൾ റോസ് ഫ്ലവേഴ്സിൻ്റെ ജ്യൂസ്, ഇത്രയും മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്ക്രബ് തയ്യാറാക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് മസാജിങ് ക്രീം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ബദാം പൗഡറാണ്. ബദാം പൗഡറിലേക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ജ്യൂസ് നന്നായിട്ട് അരിച്ച് ചേർക്കുക. അതുകൂടാണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ നമ്മുടെ അലോവേറ ജെല്ലില്ലേ, അതും കൂടെ മിക്സ് ചെയ്യുക. അതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമ്മളുടെ മസാജിങ് ക്രീമും ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഫേസ് പാക്കാണ്. അതിനായിട്ട് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ഈ റോസ് പെറ്റൽസിൻ്റെ മുഴുവനായിട്ട് എടുക്കുക, അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ബേസൻ പൗഡറാണ്, ഇല്ലെങ്കിൽ മുൾട്ടാനി മിട്ടി ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഏതെങ്കിലും ഒരു നമ്മളുടെ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ചേർക്കാം. ഞാനിവിടെ ഓറഞ്ചും അതുപോലെ തന്നെ അലോവേരയും കൂടെ മിക്സ് ചെയ്ത ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. പപ്പായയോ നമ്മളുടെ മാങ്ങ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഫൈനലി നമ്മളുടെ പാക്കും റെഡി ആയി കഴിഞ്ഞു. ആ ഹെയർ ഒന്ന് നന്നായിട്ട് കെട്ടി വെക്കുക. പിന്നെ നമ്മളുടെ കമ്മലൊക്കെ ഉണ്ടെങ്കിൽ അഴിച്ചു വെക്കുക. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് മുടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. എന്ത് ഫേഷ്യൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പാക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. അപ്പം നമ്മളുടെ DIY ആയിട്ട് ചെയ്തിരിക്കുന്ന നമ്മളുടെ ക്ലെൻസർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫേസും കഴുത്തും നമ്മളുടെ ചെവിയെല്ലാം നന്നായിട്ട് തുടച്ച് നടുകട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കളയുക. മേക്കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് റിമൂവ് ചെയ്യും. നെക്സ്റ്റ് ലിപ്പിൽ നമുക്ക് ജസ്റ്റ് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അലോവേര ജെല്ലും ഗ്രേപ്പ് സീഡ് ഓയിലും വൈറ്റമിൻ ഇ ക്യാപ്സൂളോട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കിനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്ക്രബ് ഉപയോഗിച്ച് നമ്മുടെ സ്കിൻ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കാം. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നമ്മളുടെ ഫേസ് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് ഐസ് നമ്മൾ ഇതുപോലെ എടുത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് അതിൽ ജസ്റ്റ് നമ്മൾ കൈ മുക്കിയതിന് ശേഷം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ നന്നായിട്ട് ഫേസ് മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ണിന് താഴെ സ്ക്രബ് ചെയ്ത് കൊടുക്കരുത്. കഴുത്തിലും നമ്മളുടെ ഏറ്റവും കൂടുതൽ നമ്മളുടെ നോസിൻ്റെ ഏരിയ, നെക്ക്, അതുപോലെ തന്നെ ചുണ്ടിൻ്റെ താഴ്ഭാഗം, അതൊക്കെ നന്നായിട്ടൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാഷ് ചെയ്ത് കളയാം. ഇനി നമ്മളൊന്നൊരു കുറച്ച് വെള്ളത്തിലേക്ക് തുളസിയിലോ ആര്യവേപ്പിലോ എന്തെങ്കിലും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫേസ് സ്റ്റീം ചെയ്യുക. നന്നായിട്ട് വേർത്തതിന് ശേഷം നമുക്കൊരു എക്സ്ട്രാക്ടർ ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നിൽ ഫേസിലുള്ള നോസിൻ്റെ ഏരിയ, ചുണ്ടിൻ്റെ താഴ്ഭാഗത്തൊക്കെ നമുക്കൊന്ന് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്ത് കളയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ പിമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കിത് ഉപയോഗിച്ചിട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഫേസ് മസാജാണ്. അതിനായിട്ട് നമ്മൾ നാച്ചുറലായിട്ട് തയ്യാറിക്കുന്ന മസാജിങ് ക്രീം ഉപയോഗിക്കാം. നമ്മളെ സ്കിന്ന് ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഇത് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ പിമ്പിൾസൊക്കെ അധികം ആകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാക്ട് ഉപയോഗിച്ചതിന് ശേഷം ഡയറക്റ്റ് നമുക്ക് ലാസ്റ്റ് ഉള്ള പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അതിലേക്ക് ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ ഒരു 2-3 ഡ്രോപ്സ് ചേർത്തതിന് ശേഷം ഫേസിലിടുക. അത്ര മതിയാവും. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ മതി ഓയിലി സ്കിന്നുള്ളവർ ഇതുപോലെ ഡെഡ് സ്കിൻ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് മുകളിലേക്ക് ഇങ്ങനെ ഉമ്മ കൊടുത്ത പോലെ കാണിച്ചത് ഡബിൾ ചിൻ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് മസാജ് കൊടുക്കുക. കണ്ണിൻ്റെ ഏരിയ, നോസ്, നമ്മളുടെ ലിപ്സ് എല്ലാം നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് നമ്മൾ ഫ്രഷ് ആവുകയും ചെയ്യും. ഹെഡേക്കൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുകയും ചെയ്യും. നല്ലതാണ്.
കുറച്ച് പ്രഷർ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. എന്ന് വെച്ച് നമ്മൾ 20 മിനിറ്റോ 30 മിനിറ്റോ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് മാക്സിമം ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മസാജിങ് അതിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മസാജ് ചെയ്യാം. മസാജർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എന്നാലും ഇതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. അതിനുശേഷം നമ്മൾ വാഷ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് തുടച്ച് ലാസ്റ്റ് നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടല്ലോ അത് അപ്ലൈ ചെയ്യാം. ചുണ്ടിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ചെവിയും മിസ്സാവരുത്, കഴുത്തും മിസ്സാവരുത്. ഫുൾ അപ്ലൈ ചെയ്യുക. അതിന് ശേഷം ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഉണങ്ങിയതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം. ഏകദേശം ഒരു 20-25 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് ഉണങ്ങുന്നതാണ്. ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈവ് റിസൾട്ട് ആണ്. നല്ലോണം ഗ്ലോ ആകും. നമ്മൾ ഒരു ഫേഷ്യൽ ചെയ്ത് അത് നമ്മൾ കെമിക്കൽ ആയിട്ടുള്ള ഫേഷ്യൽ ചെയ്യുന്നതിനേക്കാളും ഡബിൾ എഫക്റ്റ് ആണ്. നല്ല അടിപൊളിയുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ധൈര്യമായിട്ട് എന്തായാലും കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ യൂസ് ചെയ്ത് നോക്കുക. നല്ലതായിട്ട് ഗ്ലോ ഉണ്ടാവും. ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. പാക്ക് നമുക്ക് സ്ക്രബ് ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല എഫക്റ്റ് ആയിട്ട് കിട്ടും. ജസ്റ്റ് നമ്മൾ അതിന് ശേഷം യാതൊരു മേക്കപ്പോ ഫൗണ്ടേഷൻ ക്രീമോ ഒന്നും യൂസ് ചെയ്യേണ്ട. ഞാൻ ജസ്റ്റ് അലോവേര ജെല്ലല്ലേ നമ്മളുടെ ഏതെങ്കിലും ഒരു നല്ല അലോവേര ജെൽ എടുത്തിട്ട് അത് മാത്രം ഫേസിലൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വേറൊന്നും യൂസ് ചെയ്യുന്നില്ല. ജെല്ല് മാത്രം തേച്ച് കൊടുക്കുകയാണ്. ഇപ്പൊ അലോവേര ജെല്ല് മാത്രം ഇട്ടിട്ട് നല്ല ഗ്ലാസ് ആയിട്ടുള്ള സ്കിന്നില്ലേ അതുപോലെയാണ് ഫീൽ ചെയ്യണത്. നിങ്ങൾക്ക് ആ ഒരു ഞാൻ ഫീൽ ചെയ്യണത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. വൈകുന്നേരം ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ ഇനി എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അഭിപ്രായം ഇടാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബും ഷെയറും ലൈക്കൊക്കെ മറക്കരുത്. അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതൊരു കിഡ്സ് മീ തനു സൈനിങ് ഓഫ്.